പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നസീമൻ്റെ പറഞ്ഞ പോലെ തന്നെ ജനിച്ചപ്പോഴേ കിഡ്നി ഫെയിലിയറാണ്. ഇപ്പം എല്ലാവരും പറയാം എടാ നീ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വന്നില്ല, പക്ഷേ എന്നെക്കാളും കഷ്ടപ്പെടാൻ അനുഭവിച്ച വിഷമം അറിഞ്ഞത് മൊത്തം അമ്മയച്ഛനുമാണ്. ജനിച്ചപ്പോൾ തൊട്ടേ ഞാൻ അധികം വിഷമമൊന്നും അറിഞ്ഞിട്ടില്ല, മൊത്തം വിഷമം അറിഞ്ഞ അവരുമാണ്. ഞാൻ പിന്നെ ആ ഒരു ജീവിതത്തിനോട് ഇതായതുകൊണ്ട് എനിക്ക് വലിയൊരു എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പം കൂടുതൽ എല്ലാം വിഷമങ്ങളെല്ലാം അമ്മയച്ഛനും എന്നെ അറിയിച്ചില്ലെന്നുള്ളതാണ് സത്യം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ ഞാൻ അറിഞ്ഞില്ല. ഇല്ല, ഞാൻ ഹാപ്പി ആയിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോയി നടന്ന്. അപ്പം എന്നെക്കാളും വിഷമം എല്ലാം കഷ്ടപ്പാട് അനുഭവിച്ച അവരാണ്, അമ്മയച്ഛനുമാണ്. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അച്ഛൻ്റെ ബാങ്കിൽ നീതു എന്ന് പറയുന്ന ആൻറ്റി വർക്ക് ചെയ്തിരുന്നു. അപ്പം നീതു ബാനർജി നീതു ശിവൻ ഒരു ആൻറ്റിയാണ് എനിക്ക് കിഡ്നി ദാനം ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അച്ഛനോട് പണ്ടേ പറഞ്ഞു, മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരണം, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അന്ന് അച്ഛൻ കളി താമസിക്കുന്ന രീതി കളിയാക്കി വിട്ട്. എന്നിട്ട് വീണ്ടും ഈ സമയത്ത് ഡയാലിസിസ് ടൈമിലാണെന്ന് തോന്നുന്നു. അപ്പം വീണ്ടും പറഞ്ഞപ്പോൾ അച്ഛൻ ഒരിക്കലും സമ്മതിച്ചത്. പക്ഷേ മോന് എന്താവശ്യം എൻ്റെ അടുത്ത്, പക്ഷേ അത് നമ്മളായിട്ടൊരു കണക്ഷനില്ല, ഫാമിലി ആയിട്ട് വലിയ കണക്ഷനില്ല ആ സമയത്തൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ടൊന്ന് കിഡ്നി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു രണ്ടാനമ്മ എന്നുള്ളൊരു ഫീലാണ് ഇപ്പോഴും ഉള്ളത്. വേറൊന്നും പറയാനില്ല എനിക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ എൻ്റെ ലൈഫ് ഇതിനു മുമ്പ് എനിക്കിപ്പം ഹോസ്പിറ്റലിൽ കയറുന്നത് വെറുപ്പുള്ള കാര്യം, നല്ല പേടിയുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ്, ബിഫോർ 2022. ആ 2022 അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, അത് എങ്ങനെ പറയാൻ എനിക്കും അറിയത്തില്ല. പക്ഷേ എന്നെ ഇത്ര മാറ്റം വരുത്തിയത് എൻ്റെ ഡയാലിസിസ് കുടുംബാംഗങ്ങളാണ്. കൊട്ടിയും കിംസില എൻ്റെ ഡയാലിസിസ് കുടുംബങ്ങളാണ്. അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരാണ്. എടാ എന്ത് പ്രശ്നം ഞങ്ങളുണ്ടോ കൂടെ, നീ ധൈര്യമായിട്ട് പോയി ചെയ്തിട്ട് വാടാ. ഞാൻ ആദ്യമേ അവിടെ ചെന്ന് മിണ്ടാതെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചേച്ചി പറഞ്ഞു, ഇനി മിണ്ടാതെ തന്നെ നിൻ്റെ വായിൽ കുഴലേറ്റുമെന്ന് പറഞ്ഞു. സംസാരിക്കണം എന്നുണ്ട്. അവസാനം സംസാരിച്ചപ്പോൾ അവർക്ക് പിന്നെ സഹിക്കാൻ വയ്യാതായി. പിന്നെ ഞാൻ നോർമലി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനുള്ള മൈൻഡിലല്ല, ഡയാലിസിസ് ചെയ്യാന്നുള്ള മൈൻഡിലല്ല ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അവരെ കാണുക എന്നുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എനിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് പോകുന്നത്. എനിക്കൊരു ഇതുമില്ല, ഞാൻ അതൊന്നും മൈൻഡിൽ വെച്ചല്ല പറഞ്ഞത്. ഞാൻ ആ സമയം ഡയാലിസിസ് സമയത്ത് ഞാൻ വെളുപ്പിന് എനിക്ക് ആ ദിവസം ആ ഡയാലിസിസ് ഉള്ള ഞാൻ വെളുപ്പിന് എണീച്ചിരിക്കും. അമ്മ എന്താടാ അന്ന് ഡയാലിസിസ് ഉണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് മനസ്സിൽ ആലോചിച്ചിട്ടല്ല. ഇപ്പോഴും ഞാൻ അവരുടെ ഫോട്ടോസ് ഇടുമ്പം സ്റ്റാറ്റസിന് ഇപ്പോഴും ഞാൻ എല്ലാവരും ഫോട്ടോസ് സ്റ്റാറ്റസിനും ശരിക്കും ആ ട്രീറ്റ്മെൻറ്റിലെല്ലാം മിസ് ചെയ്യുന്നത് അവരാണ് ഞാൻ ശരിക്കും ഇപ്പോഴും മിസ് ചെയ്യുന്നത്. ഇപ്പം കാര്യം ഇപ്പോൾ നീതുവൻ്റെ നമുക്ക് എപ്പോഴും നീതുവൻ്റെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. ഇപ്പോൾ ഇവരെനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, ഹോസ്പിറ്റലും കൂടെ അവിടെ പോയി കാണുന്നതും കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. കൊട്ടിയം കിംസിലോട്ട് പോയപ്പോഴത്തെ അനുഭവം എങ്ങനെയായിരുന്നു? കൊട്ടിയം കിംസിൽ ട്രിവാൻഡ്രത്തും എൻ്റെ ഡോക്ടർ പ്രവീൺ സാറിന് മാത്രമല്ല എല്ലാ ഡോക്ടർമാരും. അപ്പോൾ പക്ഷേ എനിക്ക് ഇച്ചിരി സ്പെഷ്യലായിട്ട് ഞാൻ എപ്പോഴും കാണുന്ന പ്രവീൺ സാറിനെയാണ്. അപ്പം പ്രവീൺ സാറ് നമുക്കിപ്പം ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ സാറ് എങ്കിൽ പിന്നെ ഇത് വേണ്ട അങ്ങനെ ചെയ്യാം, അപ്പോൾ അവന് ഇത് നോക്കില്ല അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. പക്ഷേ വേറെ എന്തെങ്കിലും വഴിയില്ലെങ്കിൽ സാറ് മോനെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു, പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ സാറ് മാറ്റും, ഇത് വേണ്ട അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നീതുവൻ്റെ കിട്ടിയതും ഇങ്ങനെ ഒരു ഡോക്ടറെ കിട്ടിയതും എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെ എനിക്ക് കിംസിലെ ചേച്ചിമാരെല്ലാം കിട്ടിയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്, വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ എല്ലാ ഡോക്ടർമാരായാലും നല്ല ആ ഒരു രീതിയിലാണ് പോണത്. എല്ലാവരും എന്നെ ചികിത്സ രേണു സാറാണെങ്കിൽ പ്രവീൺ സാറ് ഇപ്പം ഷബീർ അലി സാറിനെ കാണിച്ചുകൊണ്ടിരിക്കും, ലിവറിൻ്റെ കുറച്ച് ഇതായിട്ടിരിക്കും. അപ്പം ഷബീർ അലി സാറാണെങ്കിൽ എല്ലാവരും നല്ലൊരു മനീഷ് സാറാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്. അതായത് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു നല്ല ഡോക്ടർമാരാണ്. എനിക്ക് അത്രയാണ് നല്ല ഡോക്ടർമാരായിട്ട് ഇതാവാൻ പറ്റി, നല്ലൊരു കണക്ഷൻ ഉണ്ടാകാൻ പറ്റി. ബ്ലെസ്ഡ്.